നമസ്കാരം. കാഴ്ചവട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിഷയം ഇസ്ലാമും മനുഷ്യാവകാശവും. സാധാരണ നമ്മൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപക്ഷേ UN പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമോ ഒക്കെയാവും. എന്നാൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാം ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ലേഖനത്തിലൂടെ ശ്രമിക്കുന്നത്. ഇതിലൊരു പ്രധാന ആശയം തുടക്കത്തിലെ തന്നെ എനിക്ക് വളരെ രസകരമായി തോന്നി. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ അത് ഏതെങ്കിലും ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ഭരണകൂടമോ നൽകുന്ന ഒരു ഔദാര്യമല്ല. അതെ, അതൊരു ദൈവികമായ നിയമമായാണ് കാണുന്നത്. അതെ, അതുകൊണ്ടുതന്നെ ഒരു ഭരണാധികാരിക്കും അതെടുത്തു മാറ്റാനോ ഭേദഗതി ചെയ്യാനോ കഴിയില്ല. ഈയൊരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ജീവൻ, മതം, പിന്നെ ബുദ്ധി, വംശം, സ്വത്ത്. ഓക്കെ. അറബിയിൽ ഇതിനെ അദ്ദറൂരിയാത്ത് എന്ന് പറയും, അതായത് അത്യാവശ്യങ്ങൾ. ഈ 5 തൂണുകളിലാണ് ഇസ്ലാമിലെ മനുഷ്യാവകാശ സങ്കല്പം മുഴുവനായിട്ടും പടുത്തുയർത്തിയിരിക്കുന്നത്. നമ്മളിനി ചർച്ച ചെയ്യുന്ന ഓരോ അവകാശവും ഇതിലേതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും വരുന്നത്. കൊള്ളാം, അതൊരു നല്ല ചട്ടക്കൂടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജീവിക്കാനുള്ള അവകാശം. മനുഷ്യജീവന് ഇസ്ലാം ഒരു തരം പവിത്രത തന്നെ കൽപ്പിക്കുന്നുണ്ടെന്ന് ലേഖനം പറയുന്നുണ്ട്. അതെ, അതൊരു നിയമം എന്നതിലുപരി ഒരു ധാർമ്മിക നിലപാട് തന്നെയാണ്. അതെ. ഖുറാനിലെ അൽ ഇസ്രാ എന്ന അധ്യായത്തിലെ ഒരു വാക്യം വളരെ കർശനമായി പറയുന്നുണ്ട്: ന്യായമായ നിയമപരമായ കാരണങ്ങളില്ലാതെ ഒരു ജീവനും ഹനിക്കരുതെന്ന്. പക്ഷേ അതിനപ്പുറം പോകുന്ന ഒരാശയമുണ്ട്. അതെന്താണ്? ഒരു നിരപരാധിയെ വധിക്കുന്നത് അത് മനുഷ്യരാശിയെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണ്. ഓ. അതുപോലെ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷിക്കുന്നതിന് തുല്യമാണ്. അതായത് ഓരോ വ്യക്തിയുടെ ജീവനും ഈ പ്രപഞ്ചത്തോളം വിലയുണ്ട് എന്നൊരു സന്ദേശമാണ് അത് നൽകുന്നത്. എന്നെ ശരിക്കും അതിശയിപ്പിച്ചത് യുദ്ധസാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ്. കാരണം സാധാരണഗതിയിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ നിയമങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയാണല്ലോ. പക്ഷേ ഈ ലേഖനം പറയുന്നത് നേരെ മറിച്ചാണ്. ശരിയാണ്, ആ കാലഘട്ടത്തിൽ അതൊരു വിപ്ലവകരമായ ആശയം തന്നെയായിരുന്നു. ആയിരിക്കണം. യുദ്ധത്തിൽ പോലും വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്. പോരാളികളല്ലാത്തവരെ, അതായത് സാധാരണക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, പുരോഹിതന്മാർ, അതെ, അവരെയൊന്നും ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ലെന്ന് പ്രവാചകചര്യ വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത്, മരങ്ങൾ മുറിക്കരുത്, കൃഷി നശിപ്പിക്കരുത്, മൃഗങ്ങളെ കൊല്ലരുത് എന്നിങ്ങനെ പോകുന്നു ആ നിർദ്ദേശങ്ങൾ. അതായത് സംഘർഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ പോലും ഒരു മനുഷ്യത്വകരമായ അതിർവരമ്പ് വേണം. അതെ, കൃത്യം. മനുഷ്യജീവന്റെ സംരക്ഷണം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒന്നല്ല, അതൊരു സ്ഥിരമായ മൂല്യമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം, മതസ്വാതന്ത്ര്യം. മതവിഷയത്തിൽ ബലപ്രയോഗം പാടില്ല എന്ന ഖുറാൻ വാക്യം വളരെ പ്രശസ്തമാണ്. പക്ഷേ ഈ ലേഖനം അതിനെ കുറച്ചുകൂടി വിശാലമായാണല്ലോ കാണുന്നത്. അതെ, നിങ്ങൾ സൂചിപ്പിച്ചത് അൽ ബക്കറ എന്ന അധ്യായത്തിലെ 256-ാമത്തെ വാക്യമാണ്. അതിന്റെ അടിസ്ഥാനം ഇസ്ലാം സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. വിശ്വാസം ബോധ്യത്തോടെ വരേണ്ട ഒന്നാണ്. തീർച്ചയായും. എന്നാൽ ലേഖനം അതിനപ്പുറത്തേക്ക് ഒരു സാമൂഹിക കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ ആ മുസ്ലിം പൗരന്മാർക്ക് ഓക്കെ, അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം വ്യക്തി നിയമങ്ങൾ, അതായത് വിവാഹം, വിവാഹമോചനം പോലുള്ള കാര്യങ്ങൾ അതനുസരിച്ച് ജീവിക്കാനും സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും ഇതിനൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. അപ്പോ ഇതൊരു ബഹുസ്വര സമൂഹത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അതെ, അതുതന്നെ. ഒരു ഇസ്ലാമിക സാമൂഹിക ക്രമത്തിനുള്ളിൽ മറ്റു മതവിശ്വാസികൾക്ക് അവരുടെ തനിമ നിലനിർത്തിക്കൊണ്ടുതന്നെ സുരക്ഷിതരായി ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ ലേഖനം വാദിക്കുന്നത്. ഈ പറയുന്ന സമത്വം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിയമത്തിനു മുന്നിലും എല്ലാവരും തുല്യരാകണമല്ലോ. അതാണ് ലേഖനത്തിലെ അടുത്ത പ്രധാന പോയിന്റ്, അല്ലേ? നീതി. അതെ, സമത്വത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ ലളിതവും എന്നാൽ ശക്തവുമാണ്. എല്ലാ മനുഷ്യരും ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്, ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അതെ, ആ ചിന്ത വരുമ്പോൾ തന്നെ വർഗത്തിന്റെയോ നിറത്തിന്റെയോ ദേശത്തിന്റെയോ പേരിലുള്ള മേൽക്കോയ്മയുടെ അടിസ്ഥാനം ഇല്ലാതാവുന്നു. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ് എന്ന്. അതായത് ഒരാളുടെ ശ്രേഷ്ഠതയെ അളക്കുന്നത് അയാളുടെ തൊലിയുടെ നിറമോ ജനിച്ച രാജ്യത്തിന്റെ പേരോ അല്ല. മറിച്ച്
അയാളുടെ സ്വഭാവവും ജീവിതത്തിലെ സൂക്ഷ്മതയുമാണ്. അത് തികച്ചും വ്യക്തിപരവുമാണ്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലെ ഒരു ഭാഗം ലേഖനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവനെ കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ധർമ്മനിഷ്ഠയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ആലോചിച്ചു നോക്കൂ, ഒരു സമൂഹത്തിൽ അത്തരം വേർതിരിവുകൾ വളരെ സാധാരണമായിരുന്നൊരു കാലത്ത് ഇതൊരു വലിയ പ്രഖ്യാപനം തന്നെയായിരിക്കണം. തീർച്ചയായും. പക്ഷേ ഈ സമത്വം പ്രായോഗിക തലത്തിൽ ഉറപ്പാക്കാനാണ് നീതിന്യായ വ്യവസ്ഥ വരുന്നത്. അതെ, അവിടെയാണ് ഇസ്ലാമിലെ നീതി സങ്കല്പത്തിന്റെ ശക്തി വരുന്നത്. അന്നിസ എന്ന അധ്യായത്തിലെ ഒരു വാക്യം, അതിന്റെ ആശയം വളരെ ശ്രദ്ധേയമാണ്. എന്താണത്? നീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിലാണെങ്കിൽ പോലും. സ്വന്തം കുടുംബത്തിനെതിരെയാണെങ്കിലും. അതെ, ശത്രുവിനോടുള്ള ദേഷ്യമോ സുഹൃത്തിനോടുള്ള ഇഷ്ടമോ നീതി നടപ്പാക്കുന്നതിൽ ഒരു തടസ്സമാകരുത് എന്ന് കർശനമായി പറയുന്നു. സ്വന്തം താൽപ്പര്യങ്ങൾക്കെതിരാണെങ്കിൽ പോലും സത്യത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന കൽപ്പന അത്രയധികം ശക്തമാണ്. ഇത് കേൾക്കാൻ വളരെ നല്ലതാണ്. പക്ഷെ പ്രയോഗത്തിൽ ഇത് എത്രത്തോളം സാധ്യമായിരുന്നു? ലേഖനത്തിൽ ഇതിന് ചരിത്രപരമായ തെളിവുകൾ വല്ലതും നൽകുന്നുണ്ടോ? കാരണം അധികാരം കയ്യിലുള്ളവർ നിയമം വളച്ചൊടിക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ. നല്ല ചോദ്യമാണ്. ലേഖനം ചില അടിസ്ഥാന നിയമതത്വങ്ങളെക്കുറിച്ചും ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇന്നത്തെ ആധുനിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകളായ 3 തത്വങ്ങൾ ഇതിൽ വ്യക്തമാണ്. ഓക്കേ. 1. നിരപരാധിത്വമാണ് അടിസ്ഥാനം. അതായത് കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ഏതൊരു വ്യക്തിയും നിരപരാധിയാണ്. ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി. അതെ. 2. തെളിവിന്റെ ഭാരം. കുറ്റം ആരോപിക്കുന്നയാളാണ് അത് തെളിയിക്കേണ്ടത്, അല്ലാതെ ആരോപണ വിധേയനല്ല താൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത്. ശരിയാണ്. 3. പ്രതിരോധിക്കാനുള്ള അവകാശം. കുറ്റാരോപിതനായ വ്യക്തിക്ക് സ്വയം പ്രതിരോധിക്കാനും തെളിവുകൾ നിരത്താനും പൂർണ്ണ അവകാശമുണ്ട്. ഭരണാധികാരിയും സാധാരണക്കാരനും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനൊരു ഉദാഹരണം പറയാമോ? ലേഖനത്തിൽ ഒരു സംഭവം പരാമർശിക്കുന്നുണ്ട്. 4ാം ഖലീഫയായ അലി റദിയല്ലാഹുവിൻഹയുടെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം അതൊരു ജൂതന്റെ കയ്യിൽ കണ്ടു. അദ്ദേഹം ആ ജൂതനുമായി കാദിയുടെ, അതായത് ന്യായാധിപന്റെ മുന്നിൽ ഹാജരായി. ഭരണാധികാരി തന്നെ കോടതിയിൽ പോയി. അതെ, രാജ്യത്തിന്റെ ഭരണാധിപനായിരുന്നിട്ടും ആ പടയങ്കി തന്റേതാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ മതിയായ സാക്ഷികളുണ്ടായിരുന്നില്ല. എന്നിട്ടെന്തുണ്ടായി? അവസാനം തെളിവുകളുടെ അഭാവത്തിൽ കാദി ജൂതന് അനുകൂലമായി വിധി പറഞ്ഞു. എന്താ പറയാ? നെതിരെ കേസിൽ തോൽക്കുന്നു. നിയമവാഴ്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ശരിക്കും ശക്തമായൊരു ഉദാഹരണമാണ്. നീതി എന്നത് നിയമത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ. സാമ്പത്തിക രംഗത്തും അത് ഒരുപോലെ പ്രധാനമാണ്. സ്ത്രീകളുടെ സാമ്പത്തിക അവകാശങ്ങളെക്കുറിച്ച് ഈ ലേഖനം എന്താണ് പറയുന്നത് നോക്കാം. പലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമാണിത്. വളരെ വ്യക്തമായി തന്നെ ലേഖനം ഇതിനെ സമീപിക്കുന്നുണ്ട്. സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനും കൈവശം വയ്ക്കാനും ഇഷ്ടാനുസരണം വിൽക്കാനും വാങ്ങാനും ചിലവഴിക്കാനും ഇസ്ലാം സ്ത്രീക്ക് പൂർണ്ണ അവകാശം നൽകുന്നു. അതിന് ഭർത്താവിന്റെയോ പിതാവിന്റെയോ അനുവാദം ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഒരു പുരുഷന്റെയും അനുവാദം ആവശ്യമില്ല. അനന്തരാവകാശത്തിലും അവർക്ക് നിയമപ്രകാരം നിശ്ചിത ഓഹരിയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹർ അഥവാ വിവാഹമൂല്യം. വിവാഹ സമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സമ്മാനമാണിത്. അത് പൂർണ്ണമായും അവളുടെ മാത്രം സ്വത്താണ്. അതിൽ ഭർത്താവിന് യാതൊരു അവകാശവുമില്ല. ഇത് സ്ത്രീക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന ഘടകമാണ്. തീർച്ചയായും. അപ്പോൾ വ്യക്തികളുടെ സ്വത്തവകാശത്തെ സാമൂഹിക സുരക്ഷയുമായി എങ്ങനെയാണ് ഈ ലേഖനം ബന്ധിപ്പിക്കുന്നത്? കാരണം അനിയന്ത്രിതമായ സ്വത്ത് സമ്പാദനം പലപ്പോഴും സാമൂഹിക അസമത്വത്തിലേക്ക് നയിക്കാറുണ്ടല്ലോ. അതെ, അവിടെയാണ് ഒരു സന്തുലിതാവസ്ഥ വരുന്നത്. വ്യക്തികൾക്ക് കഠിനാധ്വാനം ചെയ്ത് സ്വത്ത് സമ്പാദിക്കാൻ പൂർണ്ണ അവകാശമുണ്ട്. എന്നാൽ സമ്പത്ത് സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രം കുന്നുകൂടാതിരിക്കാൻ ഇസ്ലാം ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് അതൊരു ചാരിറ്റി പോലെയാണോ? അല്ല, അത് വെറുമൊരു ചാരിറ്റിയോ ദാനമോ അല്ല. ഇതൊരു നിർബന്ധിത സാമൂഹിക സുരക്ഷാ നികുതി പോലെയാണ്. അതൊന്ന് വിശദീകരിക്കാമോ? നിർബന്ധിത ദാനം എന്ന ആശയം തന്നെ രസകരമാണ്. ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നിശ്ചിത അളവിൽ കൂടുതൽ സ്വർണമോ പണമോ മറ്റു സമ്പാദ്യങ്ങളോ ഒരാളുടെ കയ്യിൽ 1 വർഷം പൂർത്തിയായാൽ അതിന്റെ 2.5% പാവപ്പെട്ടവർക്ക് നൽകണം. 2.5%? അതെ, 2.5%.
ഇതൊരു ഔദാര്യമല്ല, മറിച്ച് ആ സമ്പത്തിലുള്ള പാവപ്പെട്ടവന്റെ അവകാശമായാണ് ഇസ്ലാം ഇതിനെ കാണുന്നത്. അപ്പൊ ഈ പണം ആർക്കാണ് കൊടുക്കുന്നത്? ഈ പണം ശേഖരിച്ച് സമൂഹത്തിലെ ദരിദ്രർ, കടബാധ്യതയുള്ളവർ, യാത്രക്കാർ എന്നിങ്ങനെ 8 വിഭാഗം ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ഇത് സമ്പത്തിന്റെ പുനർവിതരണത്തിനും സാമ്പത്തിക ചലനത്തിനും സഹായിക്കുന്നു. വ്യക്തിയുടെ അവകാശവും സമൂഹത്തോടുള്ള കടമയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണിത്. ഓക്കെ. അപ്പോ വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക ഉത്തരവാദിത്വവും തമ്മിലുള്ളൊരു ബാലൻസ്. ഇനി നമ്മുടെ അവസാനത്തെ പോയിന്റിലേക്ക് വരാം. അഭിപ്രായ സ്വാതന്ത്ര്യം. ഭരണാധികാരികളുടെ തെറ്റുകളെ വിമർശിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് പ്രായോഗികമാവുന്നത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നൊരടിസ്ഥാന തത്വം ഇസ്ലാമിലുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇതിനെ കാണുന്നത്. ഭരണകൂടത്തിന് തെറ്റുപറ്റുമ്പോൾ അത് ചോദ്യം ചെയ്യാനും തിരുത്താൻ ഉപദേശിക്കാനും ഓരോ പൗരനും അവകാശവും കടമയുമുണ്ട്. ഇതിനെ ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ടോ? തീർച്ചയായും. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റപ്പോൾ നടത്തിയ പ്രസംഗം ഇതിനേറ്റവും നല്ല ഉദാഹരണമാണ്. ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഏറ്റവും മികച്ചവനല്ല. ഞാൻ ശരിയായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കുക. ഞാൻ തെറ്റു ചെയ്താൽ എന്നെ നേർവഴിക്ക് നടത്തുക. ഒരു ഭരണാധികാരി അധികാരമേൽക്കുമ്പോൾ തന്നെ ജനങ്ങളോട് തന്നെ തിരുത്താൻ ആവശ്യപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ശരിയാണ്. പക്ഷെ ഒരു സംശയം, ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ടെന്ന് ലേഖനം പറയുന്നുണ്ടല്ലോ. അതെ, ഉണ്ട്. ആ പരിധികൾ ആരാണ് തീരുമാനിക്കുക? അത് ഭരണാധികാരികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലേ എന്ന് ലേഖനം ചർച്ച ചെയ്യുന്നുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ലേഖനം പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല എന്നാണ്. അതിന് ചില അതിർവരമ്പുകളുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാനോ, വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞുനോക്കാനോ, ചാരവൃത്തി നടത്താനോ, സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനോ പാടില്ല. അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കരുത്. അതെ, അത് ഉറപ്പുവരുത്തണം. ഇനി ആരാണ് പരിധി തീരുമാനിക്കുക എന്ന ചോദ്യത്തിന് അത് നിയമവ്യവസ്ഥയാണ് ചെയ്യേണ്ടത് എന്നാണ് ആശയം, ഭരണാധികാരിയല്ല. ഏതൊരു നിയമത്തെയും പോലെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിയമവാഴ്ച ശക്തമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയും. സ്വാതന്ത്ര്യം ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം ഇതാണ്: ഇസ്ലാം അവതരിപ്പിക്കുന്ന മനുഷ്യാവകാശങ്ങൾ കേവലം ചില നിയമങ്ങളുടെ പട്ടികയല്ല, അല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സും പവിത്രതയും ഉറപ്പാക്കുന്ന ദൈവീകമായി കണക്കാക്കപ്പെടുന്ന ഒരു ചട്ടക്കൂടാണ്. ജീവൻ, വിശ്വാസം, സമത്വം, നീതി, സാമ്പത്തിക സുരക്ഷ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം അതിലെ പ്രധാന ഭാഗങ്ങളാണ്. ശരിയാണ്. ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടി നമ്മൾ ഓർക്കണം. 1215 മാഗ്ന കാർട്ട, അല്ലെങ്കിൽ 1789 ഫ്രഞ്ച് വിപ്ലവം, പിന്നെ 1948 UN മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇവയൊക്കെ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ തത്വങ്ങൾ ഖുറാനിലൂടെയും പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെയും അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ വേണം ഇതിനെ മനസ്സിലാക്കാനെന്ന് ലേഖനം ഊന്നി പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ നിന്ന് ഒരു ചിന്ത നിങ്ങൾക്കായി നൽകാം. ഈ ലേഖനം പറയുന്നത് പോലെ മനുഷ്യാവകാശങ്ങളുടെ ഉറവിടം മനുഷ്യൻ നിർമ്മിച്ച, ഭൂരിപക്ഷത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്ന നിയമങ്ങളല്ല, മറിച്ച് കാലത്തിനും സാഹചര്യങ്ങൾക്കും അതീതമായ ദൈവീകമായ ഒന്നാണ് എന്ന് കരുതുമ്പോൾ ആ അവകാശങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? അത് അവകാശങ്ങൾക്ക് കൂടുതൽ സ്ഥിരതയും പവിത്രതയും നൽകുമോ, അതോ കാലത്തിനനുസരിച്ച് മാറാനുള്ള അതിൻ്റെ കഴിവിനെ പരിമിതപ്പെടുത്തുമോ? അതൊന്ന് ആഴത്തിൽ ആലോചിച്ചു നോക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് നന്ദി.